ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രോമിസ് ചെയ്ത പോലെ നമ്മളിത് ഇന്നൊരു കിടുക്കാച്ചി ഐറ്റമായിട്ടോ വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മളിത് ക്രോളർ ഒരെണ്ണം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സാധനം നമുക്കിവിടെ എത്തി. കിടിലൻ സാധനമാണ്. അത്യാവശ്യം വലിയ ബോക്സും കാര്യങ്ങളൊക്കെ ആട്ടോ. നമ്മളിത് എവിടുന്നാ മേടിച്ച, ഏതാ വണ്ടി, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരുത്, ഫുള്ളായിട്ടിരുന്ന് കാണാൻ ശ്രമിക്കുക. ഐവ ഇതാട്ടോ നമ്മുടെ ഐറ്റം. അത്യാവശ്യം വലിയ ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ഐറ്റം നമ്പർ കാണുമ്പോൾ തന്നെ അറിയാവുന്നവർക്കറിയാം, 104010 എന്ന് പറഞ്ഞിട്ടുള്ളൊരു 1/10 സ്കെയിൽ, ഒരു ഹ്യൂജ് സൈസ് 1/10 സ്കെയിൽ ക്രോളർ ആട്ടോ. ഈ ബോക്സിന് ഏകദേശം 6.2 kg വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വണ്ടിയുടെ വെയിറ്റ് ഏകദേശം 5 കിലോയോളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്, നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതേ ഒരു കത്തിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോയിട്ട് വണ്ടിയുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എടുത്തു പറയാനുള്ളത്, ഈ ബോക്സിൽ തന്നെ കണ്ടോ അപ്ഗ്രേഡഡ് വെർഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആട്ടോ. അതായത് വിഞ്ചൊക്കെ ഉള്ളൊരു മോഡലാണ്. ഇതിന് മുന്നേ ഒരു വിഞ്ച് ഇല്ലാത്ത മോഡലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മെറ്റൽ ബ്ലൂ കളറാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, പെട്ടി നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളി. ഇതേ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം വണ്ടി അതൊന്ന് മനസ്സിലായി കാണും. WL ടോയ്സിൻ്റെ 1/10 സ്കെയില് ഒരു അടിപൊളി റാംഗ്ലർ ആട്ടോ. അത്യാവശ്യം നല്ല കേപ്പബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിടിലൻ ഓഫ് റോഡ് വെഹിക്കിളാണ്. ഇതിൻ്റെ അകത്ത് മെറ്റൽ ഗിയറും ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും എല്ലാ സംഭവങ്ങളും വരുന്നൊരു കിടുക്കാച്ചി വണ്ടിയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫുൾ ഔട്ട്ലുക്കും ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഫൈനലി ഇതേ നമ്മുടെ ബോക്സ് നമ്മളിതേ വെളിയിലെടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതേ 1/10 സ്കെയിൽ എന്നുള്ളതും ഇതിൻ്റെ ആ 2 കളേഴ്സ്, ഓപ്ഷണലായിട്ടുള്ള 2 കളേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ റിമോട്ടിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതേ മെറ്റൽ ഗിയേഴ്സ് വിത്ത് ഹൈ വിയർ റെസിസ്റ്റൻസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ വിത്ത് ഡ്രിവൺ സിസ്റ്റവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 11+ km/h ആട്ടോ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു 2.4 GHz ഒരു റിമോട്ടും പിന്നെ ഇതേ 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ ഒരു SKയുടെ നമ്മുടെ ആ നേരത്തെ വീഡിയോ കണ്ട ഹെലികോപ്റ്ററില്ലേ, K200, അതിൻ്റെ ആ സെയിം കമ്പനിയിൽ വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈപ്പ് റിമോട്ടും കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ വരുന്നത്. പിന്നെ ഇവരുടെ തന്നെ ഒത്തിരി മോഡലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് 104026 എന്നും പറഞ്ഞിട്ട് ചെയ്സ് കുറേ ഭാഗങ്ങൾ ഹോളോ ആയിട്ടുള്ള ഒരു വണ്ടി വരുന്നുണ്ട്. പിന്നെ ഇതാട്ടോ നമ്മുടെ വണ്ടി. പിന്നെ അതിൻ്റെ കളർ ചേഞ്ച്, പിന്നെ ബ്രോങ്കോ, നിങ്ങൾക്കറിയാം ട്രാക്സിൻ്റെയും അങ്ങനെയുള്ള കുറേ വണ്ടികളുടെയും ഫോർഡ് ബ്രോങ്കോയും കാര്യങ്ങളും ഇവർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോങ്കോയിലോട്ട് പോയില്ല, കാരണം നമുക്ക് കൂടുതലും താല്പര്യം റാംഗ്ലർ ആയതുകൊണ്ട് നമ്മൾ ഈ തവണ റാംഗ്ലറായിട്ടോ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ടേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് പറിച്ച് നോക്കാം. അടിപൊളി. വണ്ടിയുടെ സൈസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഈ ബോക്സിൻ്റെ അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. നമ്മളിത് പെട്ടി തുറന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് നമ്മളിത് റൂഫ് റാക്കാട്ടോ. അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങൾ വേണമെങ്കിലും കെട്ടിവെച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. നമ്മൾ ആദ്യമേ ഇതാട്ടോ കണ്ടത്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്ത് വേറൊരു പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പയ്യെ മാറ്റി വയ്ക്കാം. എനിക്ക് തോന്നുന്നത് റിമോട്ടാണെന്ന് തോന്നുന്നു. അടിപൊളി. ഈ ബബിൾ റാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നന്നായിട്ട് സേഫ് ആയിട്ടാട്ടോ പാക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് പയ്യെ ഒന്ന് മാറ്റി നോക്കാം. ഓ, ഫിനിഷ് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഫിനിഷ്. കിഡിലൻ മെറ്റാലിക് ബ്ലൂ പെയിൻറ്റിങ് ആട്ടോ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും ഫിനിഷിങ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കുക, അത്യാവശ്യം വലിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ആട്ടോ കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് വണ്ടി പുറത്തെടുത്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ വണ്ടി പുറത്തെടുത്ത് വെച്ചു. ഒരു രക്ഷയില്ല. നമ്മളിതേ നമ്മുടെ കൺട്രോളറിൽ ജസ്റ്റ് വണ്ടി ഓണാക്കി പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, അടിപൊളിയാണ്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റ് ആണെങ്കിലും LED ആണ്. പിന്നെ ഇത് ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബമ്പറിലാണെങ്കിലും ഒരു ലൈറ്റും പിന്നെ ഹുക്കും പിന്നെ ഒരു ഇലക്ട്രോണിക് വിഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സെർവോയിൽ വർക്ക് ചെയ്യുന്നതല്ല, പക്ഷേ ഇതൊരു ചെറിയൊരു മോട്ടറിൽ വർക്ക് ചെയ്യുന്ന കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും ബോണറ്റിൻ്റെ ആണെങ്കിലും ആ ഒരു പെയിൻറ്റ് ഫിനിഷായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള കിടിലൻ പെയിൻറ്റ് ഫിനിഷാണ്. നല്ല ഫ്ലേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബ്ലൂ മെറ്റാലിക് ബോഡി ആയിട്ടോ വരുന്നത്. പിന്നെ ബാർ ലൈറ്റ് ആണെങ്കിലും അടിപൊളിയാണ്. അതിൻ്റെ താഴെയായിട്ടാണെങ്കിലും 2 ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ വൈപ്പറാണെങ്കിലും ഒരു മാനുവലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിടിലൻ 2 വൈപ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതേ സ്നോർക്കലും നിങ്ങൾക്ക് കാണാം. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും അവർ തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ടയർ നല്ല അടിപൊളി സോഫ്റ്റ് ടയറാട്ടോ.
കട്ടിയുണ്ടോയെന്ന് ചോദിച്ചാൽ കട്ടിയുണ്ട്, എന്നാൽ അത്യാവശ്യം സോഫ്റ്റുമാണ് താനും. പിന്നെ അത് ഇവിടെയാണെങ്കിലും ഒരു നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റി ആട്ടോ, നല്ല ടെക്സ്റ്റൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു ലുക്കാണ് വരുന്നത്. പിന്നെ നമുക്കിത് സൂക്ഷിച്ച് നോക്കിയ ഒരു കിടിലൻ ഡ്രൈവറിനെയൊക്കെ കാണാം കേട്ടോ, സീറ്റ് ബെൽറ്റ് ഇട്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ അത് എടുത്ത് പറയാനുള്ളത് മേൽഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി റൂഫ് കാരിയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ഇത്രയൊക്കെ ആയിട്ടോ വരുന്നത്. നമുക്ക് ഡോറും കാര്യങ്ങളൊന്നും തുറക്കാൻ പറ്റില്ല, ബോണറ്റും ഡിക്കിയും തുറക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതൊരു സ്കെയിൽ ലുക്ക് വണ്ടി അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ക ഓഫ് റോഡ് വണ്ടിയാണല്ലോ. പിന്നെ ബാക്കിലാണെങ്കിലും സ്റ്റെപ്പിനിയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത കേട്ടോ, കാരണം നമുക്കിത് ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ സ്റ്റെപ്പിനി ആയിട്ടല്ല വരുന്നത്, നമ്മളിത് ഫിറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു എക്സ്റ്റിങ്ക്യൂഷറും അതിൻ്റെ സൈഡിലൊരു ചെറിയ അതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ടെയിൽ ലാമ്പാണല്ലോ നല്ല ക്വാളിറ്റി ആട്ടോ, എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കിലെ ബമ്പറിലാണല്ലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 ടോ ഹുക്കും കാര്യങ്ങളും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇത്രയൊക്കെ ആട്ടോ വരുന്നത്. പിന്നെ സൈഡിലാണെങ്കിലും ഒരു ചെറിയ മിററും കാര്യങ്ങളുണ്ട്, നമുക്കിത് മടക്കി വയ്ക്കാൻ പറ്റില്ല. ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഒരു ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ക്ലിപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതായത് ഇവിടെ ക്ലിപ്പ് ഊരി, താഴെ ക്ലിപ്പ് ഊരി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഇത് മാഗ്നറ്റിലാട്ടോ വണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇവിടെ 2 മാഗ്നറ്റാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും 2 മാഗ്നറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു 3000 mAh ബാറ്ററി ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല നീളമുണ്ട്. ലിഥിയം അയോണാണ്, ലിഥിയം പോളിമർ അല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരുമെന്ന് പേടിക്കണ്ട കേട്ടോ. അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടോ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന. വയറിംഗ് ആണെങ്കിലും ഇത് ലൈറ്റിലേക്കൊക്കെ പോകുന്ന വയറിംഗ് ഒക്കെ ആണെങ്കിലും അവർ വൈറ്റ് ടേപ്പിനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ESC ആണല്ലോ ഒരു ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് തണുപ്പിക്കാനായിട്ട്. പിന്നെ ഇത് ഒരു കാർബൺ ബ്രഷ്ഡ് മോട്ടർ ആട്ടോ, ബ്രഷ്ലെസ് മോട്ടറല്ല, പക്ഷേ ഒരു വലിപ്പമുള്ള നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു കിടിലൻ 35T എന്ന് പറയുന്ന ഒരു കിടിലൻ മോട്ടറാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ടോർക്കും, ഒരു ക്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വേണ്ടത് അതിൻ്റെ ആ ഒരു ടോർക്കും കാര്യങ്ങളാണ്. കാരണം ഇത് സാധനം ഒരു ലോ സ്പീഡിലും അള്ളി പിടിച്ച് കയറിപ്പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കിടിലൻ മോട്ടറും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെയാണല്ലോ അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വന്നിട്ട് വിഞ്ചിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കിനി മെയിനായിട്ട് നോക്കാനുള്ളത് വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ റിമോട്ടൊക്കെ ആണെങ്കിലും അടിപൊളി റിമോട്ടാട്ടോ. ഇവിടെ ഒരു മെറ്റലിൻ്റെ ടൈപ്പ് ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സാധാരണ റിമോട്ടിൽ കാണുന്ന പോലെ ത്രോട്ടിൽ ട്രിമ്മർ, സ്റ്റിയറിംഗ് ട്രിമ്മർ, പിന്നെ ഒരു ലോ സ്പീഡ്, ഹൈ സ്പീഡ് ഗിയർ കാര്യങ്ങൾ, പിന്നെ വിഞ്ചിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം ഇച്ചിരി ലെങ്തി ആയിട്ടാണ് അതിൻ്റെ ആ ഒരു വീലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പോലും ഇവിടെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് വർക്ക് ചെയ്യിക്കാനൊക്കെ പറ്റും. അപ്പോൾ റിമോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് വണ്ടി ഓണാക്കി പെയറാക്കി കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ ഓൺ ഓഫ് സ്വിച്ച് താഴെ ആയിട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിതേ വണ്ടി ഓണാക്കി കഴിഞ്ഞപ്പോൾ അതേ വണ്ടി ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒന്ന് റിമോട്ടിലൊന്ന് ഓണാക്കിയിട്ട് പെയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ റിമോട്ടിലെ സ്വിച്ച് ഇവിടെ ആയിട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിതേ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് സെർവോയും കാര്യങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നല്ല റെസ്പോൺസ് ആട്ടോ, അടിപൊളിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്ത് ആൻഡ് റെസ്പോൺസീവ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ക്രോൾ ചെയ്യാനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ടോർക്കാണെങ്കിലും സ്ലോ സ്പീഡൊക്കെ ആണെങ്കിലും അടിപൊളിയാട്ടോ. നമുക്കിത് അത്രയും പയ്യെ ഫ്രണ്ടും ബാക്കൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റും കേട്ടോ. വണ്ടി നല്ല സ്മൂത്താണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു റഫ് ടെറൈനിൽ പോയാൽ മാത്രമേ നമുക്കിതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾ ഇതിൻ്റെ കൂടെ വെളിയിൽ ഓടിക്കുന്ന ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. എന്നാൽ മാത്രമേ നമുക്ക് വണ്ടിയുടെ ഒരു കേപ്പബിലിറ്റിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്കൊക്കെ ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം, സ്പ്രിങ് ഷോക്കൊന്നുമല്ല, ഓയിൽ ഫീൽഡ് ഷോക്കാട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആക്ഷനും കാര്യങ്ങളുണ്ട്. കണ്ടോ, സസ്പെൻഷൻ്റെ ട്രാവലും ആർട്ടിക്കുലേഷനൊക്കെ കണ്ടോ, അടിപൊളിയാണ്. നല്ല ആർട്ടിക്കുലേഷൻ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അപ്പോൾ അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഇതിന് ഏകദേശം വില വരുന്നത് 35,000 രൂപയാണ്. ഇത് വിഞ്ച് ഉള്ളതുകൊണ്ടാട്ടോ ഈ റേറ്റ് വരുന്നത്. വിഞ്ച് ഇല്ലാത്ത മോഡലിന് ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും.
അപ്പോൾ നമ്മൾ ഇത് എവിടെ നിന്നാണ് മേടിച്ചെന്നുള്ള കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താലും മതി. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. റെഡി സ്റ്റോക്ക് അല്ല, നമ്മൾ ആൾക്കാരുടെ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്ത് കൊടുക്കുകയാട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയ കാര്യങ്ങൾ അങ്ങനെ അധികം ഇല്ല. പിന്നെ ഇവിടെ ലാഡറുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ലിങ്കും കാര്യങ്ങളൊക്കെ മെറ്റലാട്ടോ. അടിഭാഗം നോക്കിയാൽ കാണാം. പോർട്ടൽ ആക്സിസ് ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളുണ്ട്. അടിഭാഗത്താണേലും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം കേട്ടോ എല്ലാ കാര്യങ്ങളും. മെറ്റലിൻ്റെ ബിയറിംഗ് ഒക്കെ ഇത് ടയറിൻ്റെ ആ ഒരു ഉള്ളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ മെറ്റൽ ബോൾ ബിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തേയ്മാനോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഈ സസ്പെൻഷനാണെങ്കിലും നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചാൽ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് അടിപൊളി ഓയിൽ സസ്പെൻഷനൊക്കെ ആയിട്ടോ. അപ്പോൾ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറയപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.